പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഞങ്ങളെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ അനുസരിച്ച്, ദൈവത്തോടു കൂടി നിത്യകാലം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം ഒരിക്കലും തീരുന്നില്ല. ഇതിനപ്പുറം ഒരു നിത്യമായ ജീവിതമുണ്ട്. സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും അത് നിത്യതയാണ്. എന്നാൽ ദൈവത്തെ അനുസരിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവവഴിയിലൂടെ നടന്ന് ആ നിത്യജീവനെ പ്രവേശിക്കാൻ, ആ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവരാജ്യത്തിൽ എത്താൻ നമുക്ക് കഴിയട്ടെ. അതിനാണ് ഈ വചനം ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു ജാതിയെയോ ഒരു മതത്തെയോ ഒരു മനുഷ്യനെയോ എന്തിനെങ്കിലും കുറ്റപ്പെടുത്താനോ ദൈവത്തിൽ എഴുതിയിരിക്കുന്ന വിരുദ്ധമായൊരു വാക്കെങ്കിലും സംസാരിക്കാനോ ഇടയാകില്ല. ഇത് മനുഷ്യന് പ്രയോജനപ്പെടണമെന്നുള്ള ആഗ്രഹത്തിലൂടെ നിഷ്പക്ഷമായിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് ദൈവവചനം ശ്രമിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, എൻ്റെ പിതാവിൽ വിശ്വസിക്കുന്നു, അഥവാ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ പോകുന്നതിനുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ്, അഥവാ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ തോമസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നീ പോകുന്നത് എങ്ങോട്ടാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. യേശു നമ്മൾ പറഞ്ഞു തരുന്നത് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ് യേശു. മനുഷ്യനെ അവിടെ എത്തിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചോദനപ്പെടുത്തി പിതാവ് യേശുവിനെ ലോകത്തിലേക്ക് അയച്ചതാണ്. യേശു പറഞ്ഞു, എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആ പിതാവിനെ അറിഞ്ഞിരിക്കുന്നു, ആ പിതാവിനെ നിങ്ങൾ കണ്ടുപിടിക്കുന്നു. ഫിലിപ്പോസ് ഉടനെ യേശുവിനോട് പറഞ്ഞു, ഗുരു, ഞങ്ങൾക്ക് ആ പിതാവിനെ കാണിച്ചതാ, അത് മതി എന്ന് പറയും. യേശു പറഞ്ഞു, ഫിലിപ്പോസ്, ഇത്ര കാലമായിട്ടും ഞാൻ നിങ്ങളോട് കൂടി ഇരുന്നിട്ട് നിങ്ങൾ പിതാവിനെ കണ്ടില്ലെന്നോ? എന്നെ കാണുന്നു, പിതാവിനെ കാണുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് വിശ്വസിപ്പിൻ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം ഞാൻ സ്വയമേവ സംസാരിക്കുന്നതല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നതാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കുക, എനിക്ക് പ്രവൃത്തി മൂലമെങ്കിലും വിശ്വസിക്കുക. ഇത് യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങളോട് സംസാരിച്ചത്. അപ്പം ഇവിടെ കർത്താവ് യേശുക്രിസ്തു 15 പ്രാവശ്യം കുറഞ്ഞെടുത്ത് പിതാവിനെക്കുറിച്ച് പറയുകയാണ്. നമ്മളെല്ലാവരും പിതാവിൻ്റെ അടുക്ക കൊണ്ടെത്തിക്കാനാണ് യേശു വന്നത്. എന്നാൽ ഇന്ന് അനേർക്കും പറ്റിയൊരു കുഴപ്പമുണ്ട്. പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള ആ ലക്ഷ്യം വിട്ടിട്ട് യേശുവിന് മാത്രം പറഞ്ഞ് ഇവിടെ കിടന്ന് വട്ടം ചുറ്റുകയാണ്. യേശു നമുക്ക് വാതിലാണ്, വഴിയാണ്, ജീവനാണ്, സത്യമാണ്, ഏകസത്യം, എല്ലാമാണ്, വീണ്ടെടുക്കുവാനാണ്, എല്ലാമാണ്. എന്നാൽ യേശു വന്നത് പിതാവിൻ്റെ അടുത്ത് നമ്മളെ കൊണ്ടുപോകാനാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 22 വാക്യങ്ങളുണ്ട്. ഇങ്ങനെ പറഞ്ഞു, യേശു പറഞ്ഞു, എന്നെ പിതാവേ പിതാവേ എന്ന് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചത് കൊണ്ട് ആരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനാണ്. അതാണല്ലോ വചനം, സത്യം. യേശു കള്ളം പറയുന്നത്. എന്നെ കർത്താവേ കർത്താവേ എന്ന്, അഥവാ യേശുവിനെ കർത്താവേ കർത്താവേ എന്ന് മാത്രം വിളിച്ചത് കൊണ്ട് ആരും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാനാണ്. സ്വർഗസ്നായ എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. പിതാവിന് ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം തന്നെ. എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. അപ്പം ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ദൈവ സ്വഭാവത്തിൽ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോയാൽ, യേശുവിനെ സ്നേഹിച്ച്, യേശുവിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച്, യേശുവിനെ മാതൃകയായി സ്വീകരിച്ച്, യേശുവിനോട് കൂടെ യാത്ര ചെയ്ത് പിതാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരണം.
അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. സ്നേഹം കൊണ്ട് പറയുകയാണ്, വചനത്തിൻ്റെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ദൈവം നമ്മെ ഈ വചനങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.